ഈ ഒരു ഭാഗത്ത് ഭയങ്കര കുത്തൊഴുക്കാട്ടോ. ഇവിടെ കാണാം നമുക്ക് തട്ടായിട്ട് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നൊരു 15 കിലോമീറ്റർ മാറി ആഢ്യൻപാറ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. അതായത് നമ്മുടെ ആഢ്യൻപാറ വെള്ളച്ചാട്ടമൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. ഇപ്പം നിൽക്കുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ പാർക്കിങ്ങിലാട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ആഢ്യൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ പാർക്കിങ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ വെള്ളച്ചാട്ടം കാണാനാട്ടോ. ഇതിനു മുമ്പ് ഞാൻ 2 തവണ അവിടെ വന്നിട്ടുണ്ട്. അന്ന് വെള്ളം ഇല്ലായിരുന്നു കേട്ടോ, വെള്ളം തീരെ കുറവായിരുന്നു. ഇപ്പം നല്ല മഴയാണ്, നല്ല വെള്ളമൊക്കെയുള്ള സമയമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ആഢ്യൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടതാണ്. അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമുക്ക് മുമ്പിലായിട്ട് ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ നമുക്ക് അവിടെ ആയിട്ട് കാണാം. അതുപോലെ ഇതിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഒരു കാഴ്ച നോക്കി നല്ല ഹൈറ്റിൽ മലകൾ കാണാം കേട്ടോ. മലകളൊക്കെ ചെറിയ രീതിയിൽ കോട ഇങ്ങനെ പൊങ്ങി വരുന്നതൊക്കെ കാണാം. ഈ ഒരു ഭാഗത്തും കാണാം കേട്ടോ നമുക്ക് നല്ല ഹൈറ്റിൽ മല. അപ്പോൾ നമുക്ക് ആദ്യം പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഇവിടെ 30 രൂപ എങ്ങാണ്ട് കേട്ടോ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. 2 ടിക്കറ്റാണ് വരുന്നത്. എന്താ നമുക്ക് നോക്കാം കേട്ടോ. ടിക്കറ്റ് എടുക്കണം ആദ്യം. ഇതവിടെയായിട്ട് കാണാം നമുക്ക് ടിക്കറ്റ് കൗണ്ടറൊക്കെ. പാർക്കിങ്ങിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്തായിട്ടൊരു റിസോർട്ട് ഉണ്ട് കേട്ടോ. റോക്ക് ഹിൽ എന്ന് പറഞ്ഞിട്ട് റിസോർട്ടൊക്കെ കാണാം നമുക്ക്. അതിൻ്റെ ഗേറ്റും എൻട്രൻസൊക്കെ ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ. നല്ല ഹൈറ്റിലായിട്ട് വഴിയൊക്കെ കാണാം നമുക്ക്. ഈ പാർക്കിങ്ങിൽ തന്നെ ആയിട്ട് വരുന്നത്. പാർക്കിങ്ങിൻ്റെ അവിടെ നിന്നാണ് ഈ വഴി തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ടതൊക്കെ ഈ ഒരു സൈഡിലേക്ക് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് ആൾ കുറവാന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും കുറച്ച് വണ്ടിയൊക്കെ ഇവിടെ കിടക്കുന്നതാണ്. ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് വണ്ടി കിടക്കുന്നതാണ്. നല്ല അത്യാവശ്യം വലിയ പാർക്കിംഗ് കേട്ടോ. നമ്മുടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ആ ഒരു സൈഡിലാണ്. അതുപോലെ ഇവിടെ 2 കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം വേണ്ട സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ചായ കിട്ടും, തോർത്ത് കിട്ടും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ കിട്ടും. നമുക്ക് ആദ്യം പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. നമ്മളിത് അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടോ. 30 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. 2 ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അതിലൊന്ന് വെള്ളച്ചാട്ടത്തിലേക്കുള്ളതും അതിന് 10 രൂപ കേട്ടോ. പിന്നെ ഒരു പവർ ഹൗസ് ഉണ്ട്. ഇതിനോട് ചേർന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തൊരു വഴി കാണാം കേട്ടോ. ഈ ഒരു വഴി കയറി പോയി കഴിഞ്ഞാൽ നമുക്കൊരു പവർ ഹൗസ് ഉണ്ട്. അതിലേക്കുള്ളതാണ് കേട്ടോ ഒരു ടിക്കറ്റ്. അതിന് 20 രൂപയാണ്. നമുക്കിനി പോകേണ്ടതൊക്കെ ഈ ഒരു വഴിയാണ്, വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി കേട്ടോ. അതിനോട് ചേർന്നതാ ഇവിടെ ആയിട്ടും കാണാം നമുക്ക് കടകളൊക്കെ. അതുപോലെ ഈ ഒരു സൈഡിലും കാണാം കേട്ടോ. തിരക്ക് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ മഴക്കാലൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഈ വഴി കേട്ടോ നമുക്ക് താഴത്തേക്ക് ഇറങ്ങേണ്ടത്. അതായത് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഒരു വഴി കേട്ടോ. ഇതിലിറങ്ങിയിട്ട് നമുക്ക് ആ ഒരു കാണുന്ന ബിൽഡിങ്ങിൻ്റെ അകത്തൂടെയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകേണ്ടത്. അതുപോലെ ഇവിടെയായിട്ട് ഒരു കുരിശോ ഒക്കെ പറയുന്നത് കേട്ടോ. അത് കാണാം നമുക്ക് കുരിശ് രൂപം ഇതാ അവിടെ കാണാം കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതിലേക്ക് ഇതാ കയറാനുള്ള വഴി അവിടെ മെഴുകുതിരി എത്തിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെന്തായാലും അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് ഇറങ്ങേണ്ടതൊക്കെ ഈ ഒരു ഭാഗത്തൂടെയാണ്. അതാ ഇറങ്ങുന്ന വഴിക്കായിട്ട് ഇതാ വലിയൊരു കുരങ്ങൻ്റെ സ്റ്റാച്ചു ഒക്കെ കാണാം. കുരങ്ങൻ തന്നെ തോന്നും കേട്ടോ. അതുപോലെ അതാ ഇവിടെ നല്ല ഹൈറ്റ് 2 മരങ്ങളൊക്കെ കാണാം കേട്ടോ. അടിപൊളി. ഈ ഒരു ഭാഗം നല്ല രസമായിട്ട് കാണാൻ. മൊത്തം ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇറങ്ങി പോകേണ്ടതൊക്കെ ഈ ഒരു വഴി കേട്ടോ. അതിലാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തോട്ടൊക്കെ ഇറങ്ങേണ്ടത്. ഇവിടെ നിന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിന് നല്ല സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എൻഡിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും കേട്ടോ. ആ ഒരു സമയത്തൊക്കെ പണ്ട് ഞാൻ വന്നപ്പോഴൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ല, മൊത്തം കാടായിട്ടൂടെ ചെറിയ രീതിയിൽ അവിടെയായിട്ട് നമുക്ക് വെള്ളമൊഴുകി പോകുന്നതൊക്കെ കാണാം. അപ്പോൾ നമുക്കിനി അകത്തേക്ക് കയറാം കേട്ടോ. നമ്മളിതാ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു സൈഡിൽ കൂടെ അകത്തോട്ട് കയറുകയാണ്. ഇവിടെ കാണാം നമുക്ക് കേട്ടോ എൻട്രി എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്. അതുപോലെ വേസ്റ്റ് ഇടാനുള്ള പരിപാടികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് കാണാം നമുക്ക് വേസ്റ്റ് ഇടാനുള്ള പരിപാടി. അതുപോലെ ആ ഒരു സൈഡിലും കാണാം കേട്ടോ. ഇരിക്കാനുള്ള ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്തൂടെയാണ് അകത്തേക്ക് കയറേണ്ടത്. ഇതാ എല്ലാ വെള്ളച്ചാട്ടത്തിലെയും പോലെ തന്നെ ഒരുപാട് നിയമങ്ങൾ എഴുതി ചെയ്യുന്നത് കാണാം കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അതുപോലെ തന്നെ അവിടെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിലെങ്ങനെ അകത്തേക്ക് കയറാം. ഈ ഒരു വഴിയാണ് നമുക്ക് ഉള്ളിലേക്ക് കയറേണ്ടത് കേട്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് അകത്തേക്ക് കയറി കേട്ടോ. നമ്മളിതാ ഈ ഒരു വഴി ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തേക്കിട്ട് നമുക്ക് നല്ല രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത് കാണാം കേട്ടോ. ഒരുപാട് മഞ്ഞ കളറിലുള്ള പൂക്കൾ, അതുപോലെ അങ്ങോട്ട് ബുഷൊക്കെ ഉള്ള ഒരുപാട് അടിപൊളി കാഴ്ച കേട്ടോ. അങ്ങോട്ട് ഈ മഴക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പാട്ടോ, അടിപൊളിയായി കാണാൻ. നമ്മൾ ഇറങ്ങി വന്നതൊക്കെ ഈ ഒരു ഭാഗത്തൂടെയാണ് കേട്ടോ. നമ്മളിതിലെങ്ങനെ സൂക്ഷിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ തന്നെ നമുക്ക് വെള്ളം ഒഴുകുന്ന സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴിയൊക്കെ കണ്ടില്ലേ, ചെറിയ രീതിയിലുള്ള പൂക്കളും അവിടെ കാണാട്ടോ നമുക്ക്.
ഈ ഒരു വഴിയാണ് നമുക്ക് ഇറങ്ങി പോകേണ്ടത്. ഇവിടെ മുന്നറിയിപ്പോടൊക്കെ വെച്ചിട്ടുണ്ട്, പൂക്കളും ചെടികളും പറിക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമുക്കിനി ഇതിൽ ഇങ്ങനെ ഇറങ്ങി നോക്കാം കേട്ടോ. ഈ ഒരു വഴിയാണ് നമുക്ക് അകത്തേക്ക് പോകേണ്ടത്. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഈ ഒരു വഴി എന്തോ വള്ളി ഇങ്ങനെ പടർത്തി വിട്ടേക്കുന്നത് കാണാം. ഇവിടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ കേൾക്കാൻ പറ്റുമായിരിക്കും തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു വഴി ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊരു കട കാണാം കേട്ടോ. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും, ചായയും പരിപാടികളൊക്കെ ഇവിടെ കിട്ടും. ഇതവിടെ കാണാം കേട്ടോ നമുക്ക്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വ്യൂ പോയിൻ്റ് പോലൊരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ പോയി ഇരിക്കാം. അപ്പോൾ ആ മഴയൊക്കെ പെയ്ത് മൊത്തം നനഞ്ഞു കിടക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. തെന്നി പോകുന്നുണ്ട് കേട്ടോ, വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെയും അതുപോലെ ഈ ഒരു ഭാഗത്തിൻ്റെയൊക്കെ അടിപൊളിയൊരു വ്യൂ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, നമുക്ക് ആ കമ്പി കാണുന്ന ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോകാം കേട്ടോ. അതിൽ നമുക്കിങ്ങനെ സ്റ്റെപ്പ് കാണാം, അതിലിറങ്ങി പോകാനൊക്കെ പറ്റും. എന്തായാലും അടിപൊളിയായിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. ഇവിടെയും കാണാട്ടോ നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ, പക്ഷെ മൊത്തം മഴ പെയ്തിട്ട് നനഞ്ഞ് കിടക്കാം കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊന്നും ഇരിക്കാൻ പറ്റില്ല. ഇവിടെ റൂഫൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താ പൊളിഞ്ഞു പോയതാണോ പൊളിച്ചതാണോ എന്നറിയില്ല. ഇവിടെ കാണാട്ടോ റൂഫൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. ഇതിലെങ്ങനെ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോവാണ്. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സൈഡിലോട്ട് ഇറങ്ങി നോക്കാം. ഇതിലെങ്ങനെ കാണാം കേട്ടോ, നമുക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴി അവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞാനിതാ ഈ ഒരു വഴി ഇങ്ങനെ ഇറങ്ങിപ്പോട്ടെ. ഇവിടെ ആയിട്ട് നമുക്കൊരു മുന്നറിയിപ്പ് കൂടി വേണം കേട്ടോ. ഇതുവരെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ 22 സഞ്ചാരികൾ മുങ്ങി മരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് കാണാം നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇത്. നല്ല ഒഴുക്കുള്ള സമയത്തൊക്കെ ഈ ഒരു ഭാഗത്തൊന്നും ആളിറക്കൂല. ഇപ്പോൾ ഒന്നും ആളിറക്കൂല കേട്ടോ. നമുക്ക് അവിടെ വരെ പോകാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് ആ ബോർഡ്. ഈ വെള്ളച്ചാട്ടത്തിൽ 22 പേര് മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ ആ വെള്ളമൊക്കെ ഒഴുകി നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ നമുക്ക് ആ ഒരു ഭാഗം വരെ ഇറങ്ങാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ നമുക്ക് പോകാം. അവിടെയൊക്കെ വഴി കാണാം കേട്ടോ. നമുക്ക് ഇതിലിങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള വഴിയൊക്കെ കാണാൻ പറ്റും. എന്തായാലും അടിപൊളിയാട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇറങ്ങി വന്നതൊക്കെ. ഞാൻ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുമ്പിലാട്ടോ നിൽക്കുന്നത്. എൻ്റെ മുമ്പിലേക്കുള്ളൊരു കാഴ്ച നോക്കിക്കേ, അടിപൊളിയാട്ടോ. വെള്ളം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. എന്താ ഇവിടുന്ന് ഒഴുകി വരുന്നത് കാണാം. അതുപോലെ ആ മേളിൽ നിന്ന് ഒഴുകി വരുന്നത് കാണാം കേട്ടോ. ഇതിലെങ്ങനെ ഒഴുകിതാ ഈ ഒരു ഭാഗത്ത് ഭയങ്കര കുത്തൊഴുക്കാട്ടോ. ഇവിടെ കാണാം നമുക്ക് തട്ടായിട്ട് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നത്, വളഞ്ഞിങ്ങനെ പോകുന്നത് കാണാം കേട്ടോ. അതുപോലെ ആ ഒരു ഭാഗത്തായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണാനൊക്കെ പറ്റും കേട്ടോ. അതിലേക്ക് പോകേണ്ട വഴിയൊക്കെ ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ കാണാം നമുക്ക്. എന്തായാലും അടിപൊളിയാട്ടോ. കുറച്ച് വെള്ളം കുറവുള്ള സമയമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഗേറ്റ് തുറന്നിട്ട് ഇതൊരു ഗേറ്റ് ആട്ടോ. അത് തുറന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ പോയി നിൽക്കായിരുന്നു കേട്ടോ. അന്ന് കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നമ്മളെ അങ്ങോട്ടൊന്നും ഇറക്കൂല കേട്ടോ. ഈ മലവെള്ളം ഏത് സമയത്തും വരും എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയം തന്നെ പറയും കേട്ടോ, ഇവിടെ ഇറങ്ങാൻ പറ്റൂലാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തും അതുപോലെ വെള്ളം കുറവാണെങ്കിൽ ആ ഒരു സൈഡിലൊക്കെ പോയി നിൽക്കായിരുന്നു കേട്ടോ. അതൊന്നും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഒരു ഭാഗത്ത് കൂടെ ആ ഒരു സൈഡിലോട്ട് പോകാം കേട്ടോ. അതിലെങ്ങനെ പോകാനുള്ള വഴിയുണ്ട്. ആ ഒരു ഭാഗത്തോട്ട് പോയി നോക്കാം. ഞാൻ ആ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് അകത്തേക്ക് കയറി കേട്ടോ. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ വേറൊരു സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ നടക്കുന്ന വഴി കണ്ടില്ലേ, ചെടികളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി ഇട്ടേക്കുന്നത്. ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ, നമ്മളിതാ ആ ഒരു വഴി ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് ഇരുന്നിട്ട് വന്നത്. അതുപോലെ നമുക്ക് ആ ഒരു സൈഡിലായിട്ട് ബെഞ്ചൊക്കെ ഇട്ടേക്കുന്നത് കാണാം. നമുക്ക് മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് അവിടേക്ക് ഇരുന്നിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ആസ്വദിക്കാനൊക്കെ പറ്റും. അപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അതുപോലെ മഴ പെയ്യുമ്പോൾ കയറി നിൽക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊരു ഷെൽട്ടറൊക്കെ കാണാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചെറിയ രീതിയിൽ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇവരായിട്ട് വാച്ചറൊക്കെ ഇരിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു വഴിയാട്ടോ പോകേണ്ടത്. നമുക്ക് എന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ പോയി നോക്കാം. ഇവരായിട്ട് കാണാം കേട്ടോ നമുക്ക് വാച്ചർ ഇരിക്കുന്നതൊക്കെ. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി കണ്ടില്ലേ, ഇതാട്ടോ അവസ്ഥ. ഇത്രയും നേരം ചെറിയ രീതിയിലുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗം വരെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് സ്റ്റെപ്പൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഇങ്ങനത്തെ വഴി കൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. തെന്നി വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. അവിടുന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. നമുക്ക്
ആ ഒരു ഭാഗത്ത് പോകട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. അപ്പോൾ പൊതുവേ തിരക്ക് കുറവാട്ടോ. അവിടെ കുറച്ച് പേരുള്ളൂ, പൊതുവേ തിരക്ക് കുറവാണ്. നമ്മൾ സൂക്ഷിച്ച് നടക്കണം കേട്ടോ. മഴ പെയ്താൽ തെന്നി തെറിച്ച് കിടക്കുകയാണ്. ഒരു വഴിയൊക്കെ കയറിയിട്ടാട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ തെളിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വെള്ളച്ചാട്ടം. ഇതവിടുന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ നോക്കി അടിപൊളിയാട്ടോ. നല്ല കുത്തൊഴുക്കിൽ വരുന്നത് കാണാം. അതുപോലെ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗമൊക്കെ കണ്ടില്ലേ, പൂക്കളൊക്കെ വെച്ച് അടിപൊളിയാട്ടോ. ആ ഒരു വഴി നടന്ന് ഈ ഒരു സൈഡിലേക്ക് എത്തിട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കി നമ്മൾ നേരത്തെ നിന്നപ്പോൾ കണ്ടതൊക്കെ ആ ഒരു ഭാഗം വരെ ആയിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ഭാഗം വരെ കാണാൻ പറ്റും കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചയ്ക്ക് മറയുള്ള ഒന്നുമില്ല. വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് നോക്കി ഈ ഒരു ഭാഗത്തൊക്കെ അടിപൊളിയാട്ടോ. ഈ ഒരു ഭാഗമൊക്കെ കുറച്ച് ആഴമുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ കാണാം നമുക്ക് വെള്ളം ഇങ്ങനെ അടിച്ചൊഴുകി വരുന്ന സ്ഥലമൊക്കെ. അതുപോലെ നമ്മൾ പണ്ട് കുളിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ കുളിച്ചുകൊണ്ടിരുന്നതൊക്കെ. അതിലിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് നിരങ്ങി വന്നിട്ട് ഇവിടെ ചാടിയിട്ടായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അതൊന്നും പറ്റില്ല. അതുപോലെ നമുക്ക് കുറച്ചും കൂടെ നടന്ന് താഴത്തോട്ട് ഈ ഒരു വഴി ഇങ്ങനെ പോകാൻ പറ്റും. ആ ഒരു ഭാഗം വരെ നമുക്ക് പോകാം. അതുപോലെ ആ പാറയുടെ മേളിലും കയറാം കേട്ടോ. ആ പാറയുടെ മേളിലേക്ക് കയറാനുള്ള വഴിയൊക്കെ അതിൻ്റെ മേളിൽ കൂടിയാണ് വരുന്നത്. അതൊക്കെ നമുക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടെ പോയി നോക്കാം കേട്ടോ. എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് നോക്കിയിട്ട് വരാം. ഞാനങ്ങനെ ആ ഒരു ഭാഗത്തൂടെ നടന്ന് ഇങ്ങോട്ട് എത്തിയിട്ടോ. നമ്മളിതാ ആ ഒരു സൈഡിൽ നിന്നായിരുന്നു വന്നത്. നമ്മൾ ഇറങ്ങി വന്നതൊക്കെ കുറച്ച് കുത്തനുള്ള ഇറക്കമായിരുന്നു കേട്ടോ. സൂക്ഷിച്ചായിരുന്നു നമ്മൾ വന്നത്, ഇല്ലെങ്കിൽ തെന്നി വീണ് നല്ല പണിയിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. മേളിലൊക്കെ ആൾക്കാരുണ്ട്, അവിടെ ആൾക്കാരെ കാണാം നമുക്ക്. അതുപോലെ ഈ ഒരു പാറയുടെ മണ്ടയിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെയും കയറാൻ പറ്റും. ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടെ വരെയുള്ള ലാസ്റ്റ്. ഇവിടുന്ന് നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അതുപോലെ ഇവിടുന്ന് നമ്മൾ നേരത്തെ കണ്ട പോലെ കാഴ്ചകൾ ഇവിടെയും കാണാം കേട്ടോ. നമുക്ക് ആ ഭാഗത്തേക്ക് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. എന്തായാലും ഈ ഒരു സമയത്ത് അടിപൊളിയാട്ടോ അവിടെ വരുന്നത്. വെള്ളമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ട ഭാഗമൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. അടിപൊളിയാട്ടോ. ഇവിടെ കയറി കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പുറത്തോട്ട് പോകാതിരിക്കാനുള്ള. നമുക്ക് ഇവിടെ ഒന്ന് ഇങ്ങനെ കാണാം. അതുപോലെ അതിൻ്റെ മുകളിലേക്ക് നല്ല ഹൈറ്റിൽ മല കാണാം. പാറയാട്ടോ മൊത്തം. അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്, പാല് പോലെ ഒഴുകി വരുന്നത് കാണാം കേട്ടോ. അടിപൊളി. നമുക്ക് എന്തായാലും ഈ ഒരു പാറയുടെ മണ്ടയിലും കൂടെ കയറി നോക്കാം കേട്ടോ. ഇതിലെ കയറാൻ വഴിയില്ല. നമുക്ക് അപ്പുറത്തൂടെ ഇങ്ങനെ നടന്ന് ആ ഒരു സൈഡിൽ കൂടെ കണ്ടോ പോകാൻ. എന്തായാലും നമുക്ക് അതും കൂടെ കയറി നോക്കാം. നമ്മളിതായി പോകുന്ന ഭാഗത്ത് നോക്കിയേ, രണ്ട് സൈഡിലും ചെടികളും പൂക്കളൊക്കെ ആയിട്ട് അടിപൊളിയാട്ടോ കാണാൻ. വെള്ളച്ചാട്ടമാണെന്ന് കണ്ടാൽ പറയില്ല, പാർക്കിൽ പോയ പോലെ ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലും കാണാം. നമുക്ക് ഈ സൈഡിൽ കുറേ ചെടികൾ കാണാം. അതുപോലെ ഈ ഒരു ഭാഗത്തും കാണാം ഇഷ്ടം പോലെ പൂക്കളൊക്കെ ആയിട്ട്. ഭയങ്കര അടിപൊളി ആംബിയൻസ് ആട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ കയറിയിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് അതിലെങ്ങനെ തിരിച്ച് കയറണം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. അതുപോലെ ഇവിടെ ഇരിക്കാനായിട്ടുള്ള ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. മഴയൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് അടിപൊളിയായിട്ട് പോകായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് അതിലെങ്ങനെ കയറി ആ ഒരു ഭാഗത്തൂടെ പോയി നോക്കാം. ആ ഒരു വഴിയിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് ഈ ഒരു ഭാഗമൊക്കെ നോക്കി കറക്റ്റ് ഒരു പാർക്ക് പോലെ കേട്ടോ. പിള്ളേർക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും പരിപാടികളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഊരിയിട്ടേക്കാം കേട്ടോ, മഴ ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ബെഞ്ചൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയാട്ടോ. ഈ ഒരു ഭാഗം കറക്റ്റ് ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്ത് വരുന്നത് കാണാം. നമുക്ക് ഈ ഒരു വഴിയാട്ടോ ഇനി കയറി പോകേണ്ടത്. അതിലെങ്ങനെ പോകാനുള്ള ചെറിയൊരു പാത കാണാം നമുക്ക്, നടപ്പാത കേട്ടോ. അതിലെങ്ങനെ കയറി പോകണം. ഇത് പ്രത്യേകിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടൊന്നുമില്ല, കല്ലൊക്കെ തന്നെ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ ഒരു വഴിയാണ് പോകേണ്ടത്. ഇനി ഇവിടുന്ന് കാണാട്ടോ നമുക്ക് ചെറിയൊരു വഴി ഇങ്ങനെ പോകുന്നതാണ്. ഈ ഒരു വഴിയാട്ടോ നമ്മൾ ആ പാറയുടെ മണ്ടയിലേക്ക് കയറാൻ പോകുന്ന വഴി. ഇതാ രണ്ട് സൈഡും കാടാണ്. ഈ ഒരു ഭാഗത്തും കാട്, അതുപോലെ ഇങ്ങോട്ടും കാടാട്ടോ. ഇതിനൊക്കെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ നല്ല അടിപൊളിയിട്ട് കേൾക്കാട്ടോ. ഇവിടുന്ന് ഇതിലെങ്ങനെ കുറച്ച് നടക്കണം, ഒരു 10-50 മീറ്ററിനടുത്ത് നടക്കണം കേട്ടോ. അതിലെ നമുക്ക് കാണാം. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞ് പോയിട്ട് പാറയുടെ മേളിലേക്കുള്ള വഴി കാണാം കേട്ടോ. അടിപൊളിയാണ് ഈ ഒരു വഴി കേട്ടോ. മൊത്തം കല്ലാണ് ഇവിടെ, വേറെ കുഴപ്പമൊന്നുമില്ല, ഒന്ന് സൂക്ഷിച്ച് നടന്നാൽ മതി. നമ്മളിതാ അങ്ങനെ പാറയുടെ മണ്ടയിലെത്തി കേട്ടോ. ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ മണ്ടയിലെത്തി നമ്മൾ. ഇത് അവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കി അടിപൊളിയാട്ടോ. നമ്മളിതാ നേരത്തെ നിന്ന ഭാഗമൊക്കെ ആ ഒരു സൈഡും അതുപോലെ നമ്മൾ ഇവിടെ വരെയൊക്കെ വന്നായിരുന്നു കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ തിരിച്ചങ്ങോട്ട് പോയിട്ട് അതിലേക്ക് ഇറങ്ങി വന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കി അടിപൊളിയാട്ടോ. തട്ടായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. അതുപോലെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ പോകുന്നത് കാണാം കേട്ടോ. നമുക്ക് അടിപൊളിയാണ് മുതലാട്ടോ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അടിപൊളിയാട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി. അതുപോലെ ആ ഒരു മലയുടെ മുകളിലായിട്ട് നമുക്ക് കോടയൊക്കെ കാണാൻ പറ്റും. അവിടെ കോട കാണാം കേട്ടോ. നമുക്ക് ചെറിയ രീതിയിൽ കോടയൊക്കെ കാണാം. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം എന്ന് പറയുന്നത് ഇതാട്ടോ. നല്ല ഹൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും, നല്ല വൃത്തിക്ക് കാണാം കേട്ടോ ഇവിടുന്ന്.
ആ ഒരു മലയുടെ മുകളിലായിട്ട് നമുക്ക് കോട കാണാം കേട്ടോ. അവിടെയായിട്ട് നമുക്ക് കോട ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഒരു കാഴ്ച നോക്കി നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പാറയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉള്ളത് കാണാം കേട്ടോ. അടിപൊളിയാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടൊരു മരവും ഇതിന് താഴെയായിട്ട് ഒരു ബെഞ്ചൊക്കെ ഉണ്ട്. അതുപോലെ അതിനപ്പുറത്ത് നമുക്ക് ചെറിയൊരു ഷെൽട്ടർ ഉണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറി നിൽക്കാം. അവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു ഭാഗം അടിപൊളിയാണ് കേട്ടോ. ഇവിടെ അങ്ങോട്ടൊക്കെ ഒരു കാഴ്ച അടിപൊളിയാണ്. മലയുടെ മുകളിൽ ഇപ്പോൾ നല്ല രീതിയിൽ കോടയായിട്ടോ. അവിടെ മേൽഭാഗമൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയായിട്ടുണ്ട്. അടിപൊളിയാട്ടോ. അതുപോലെ ഇങ്ങോട്ടും ചെറിയ രീതിയിൽ കോടയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഭാഗം അടിപൊളിയാട്ടോ. ഞാനിപ്പോഴും ഈ ഒരു ഭാഗത്ത് തന്നെ നിൽക്കാം കേട്ടോ. ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നുണ്ട്. ആ ഒരു മലയുടെ മുകളിലേക്കൊക്കെ നല്ല മഴയാട്ടോ. അവിടെയൊക്കെ പെയ്യുന്ന കാണാം. നമുക്ക് അവിടെയൊക്കെ പെയ്യുന്നുണ്ട്. ഇങ്ങോട്ടും പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ നോക്കി. ഈ ഒരു ഭാഗത്ത് നിന്ന് അടിപൊളിയാട്ടോ. ആ ഒരു മലയൊക്കെ നമ്മൾ കോടയും കൊണ്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ മൊത്തം കോടയായി. പെട്ടെന്ന് കേട്ടോ ക്ലൈമറ്റ് മാറിയത്. എന്തായാലും അടിപൊളിയാണ്. മഴ വല്ലാതെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ കയറി നിൽക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ഈ ഒരു മരമൊക്കെ നോക്കി അടിപൊളിയാട്ടോ. നല്ല മഴ കിട്ടപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നത് കാണാം. ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ മഴ പെയ്യുന്ന ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ മഴ ആസ്വദിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്തു നിന്ന് തിരിച്ച് നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ട് നമ്മൾ കയറിപ്പോയതൊക്കെ ഈ ഒരു വഴിയായിരുന്നു. അവിടെ ഇരുന്നിട്ട് നമ്മൾ നേരത്തെ നിന്നതൊക്കെ നല്ല മഴയായി. അപ്പോൾ നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇനി പുറത്തിറങ്ങിയിട്ട് നമുക്കിനി ആ പവർ ഹൗസിൻ്റെ ഭാഗത്തോട്ട് പോകണം. അവിടെയും കൂടെ പോയിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ഇവിടുന്ന് ഒരു 100 മീറ്റർ കൂടെ നടക്കാനുണ്ട് ഈ പവർ ഹൗസിൻ്റെ ഭാഗത്തോട്ട്. പുറത്തിറങ്ങിയിട്ട് നടക്കാനുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ആദ്യം ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങാം. ഈ ഒരു വഴി വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് കയറിപ്പോയതൊക്കെ ഇതിലിങ്ങനെ പോയി ഈ ഒരു വഴി ഇങ്ങനെ പോയതായിരുന്നു നമ്മൾ. അപ്പം എന്തായാലും നമുക്കിനി ആദ്യം ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങാം. നല്ല മഴയായിട്ടോ. ഞാനിതാ കയറിപ്പോയപ്പോൾ കണ്ട ഒരു കടയുടെ അവിടെ എത്തിയിട്ടോ. നമ്മൾ അവിൽ മിൽക്ക് പറഞ്ഞിട്ടുണ്ട്. അത് കുടിച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ പവർ ഹൗസിൻ്റെ ഭാഗത്തോട്ട് പോകാം കേട്ടോ. അതുപോലെ ഇപ്പോഴും ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അവിടെ കാണാം കേട്ടോ. ആൾക്കാരൊക്കെ കുറവാണ്. കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയായിട്ട് കുറച്ച് പേരൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ചേട്ടൻ അവിൽ മിൽക്ക് എടുക്കുന്നുണ്ട്. അതെടുത്ത് കുടിച്ചിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് നമ്മുടെ പവർ ഹൗസിൻ്റെ ഭാഗത്തോട്ട് പോകും കേട്ടോ. ഇതാണ് കട. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ആ പവർ ഹൗസിലേക്ക് പോകുന്ന വഴിയാട്ടോ. എനിക്ക് മുമ്പിലേക്കുള്ള കാഴ്ച നോക്കി നമുക്കിതാ ആ ഒരു ഭാഗത്ത് മലയൊക്കെ കോടയിൽ മൂടി കിടക്കുന്നതാണ്. അതുപോലെ ഈ പവർ ഹൗസിൻ്റെ ഈ ബിൽഡിംഗ് ആട്ടോ കാണുന്നത് നമ്മുടെ പവർ ഹൗസ്. അതിൻ്റെ പുറകിലേക്ക് നോക്കിയാൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് തട്ടായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. ഞാൻ പണ്ട് വന്ന സമയത്ത് വെള്ളം തീരെ അല്ലായിരുന്നു കേട്ടോ. പ്ലെയിനായിട്ട് പാറ പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അതിൽ വെള്ളം ഒഴുകി വരുന്നത് കാണാം. ആ കാണുന്ന കേട്ടോ നമ്മുടെ പവർ ഹൗസിൻ്റെ ബിൽഡിങ്. ഇവിടുന്ന് ഒരു 100 മീറ്ററിൻ്റെ അടുത്തും കൂടെ നടക്കാനുണ്ട്. കാണാം നമുക്ക്. അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ നോക്കി മലയുടെ മുകളിലൊക്കെ നല്ല രീതിയിൽ കോട മൂടി കിടക്കുന്നത് കാണാം. ആ ഒരു സൈഡ് മൊത്തം കോട കേട്ടോ. നമ്മളിതാ കയറി വന്നതൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു. കുറച്ചും കൂടെ നടന്നിട്ടോ നമ്മൾ. അപ്പോൾ നമുക്കിനി എന്തായാലും ആ ഒരു ഭാഗത്തും കൂടെ പോയി നോക്കാം. ഈ കാണുന്ന കേട്ടോ നമ്മുടെ പവർ ഹൗസിൻ്റെ ബിൽഡിങ് വരുന്നത്. ഇവിടെ കാണാം നമുക്ക് ആഢ്യൻപാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചേക്കുന്നത് കാണാം കേട്ടോ. ഇത് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഉഷാറാക്കിയതാണ് കേട്ടോ. കണ്ടു വന്നപ്പോൾ ഇങ്ങനെ നല്ലതായിരുന്നു. അതുപോലെ ഇതിന് മുമ്പിലായിട്ട് നമുക്കൊരു പ്ലേ സോൺ കാണാം. പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ ആയിട്ട് കാണാം കേട്ടോ. അതിലേക്ക് കയറാനുള്ള വഴിയൊക്കെ ആ ഒരു ഭാഗത്താണ്. അപ്പോൾ ആരുമില്ല കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ആരുമില്ല. ഈ ഒരു ഭാഗം കണ്ടില്ല പൂക്കളൊക്കെ വെച്ചിട്ട് അങ്ങനെ അടിപൊളിയാക്കി ഇട്ടുണ്ട്. നമുക്ക് കയറാനുള്ള വഴിയൊക്കെ ഇതിലെങ്ങനെ കാണാം കേട്ടോ. ഇവിടെ ടിക്കറ്റ് കാണിക്കേണ്ടി വരും. ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതിന് പുറകിലേക്കുള്ള ആ മലയിലൊക്കെ ആ കോട ഇങ്ങനെ പോകുന്നത് കാണാം കേട്ടോ നമുക്ക്. അങ്ങനെ അകത്തേക്ക് കയറി കേട്ടോ. അകത്തേക്ക് കയറിയപ്പോൾ ഈ ഒരു ഭാഗത്തൂടെ വെള്ളം ഇങ്ങോട്ട് ഒഴുകി പോകുന്നത് കാണാം. ടിക്കറ്റൊക്കെ ഈ ഒരു ഭാഗത്തോട്ടെ കാണിക്കേണ്ടത്. അവിടെ ടിക്കറ്റ് കാണിച്ചു. ഇതിലെങ്ങനെ അകത്തോട്ട് കയറി നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ കയറിയിട്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് കയറാനുള്ള ഗേറ്റൊക്കെ അവിടെ കാണാം കേട്ടോ. അവിടെയായിട്ട് കാണാം നമുക്ക് നമ്മുടെ ചെറുകിട വൈദ്യുത പദ്ധതിയുടെ ബിൽഡിങ്. അതിലിങ്ങനെ വെള്ളം ഒഴുകി ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പോകുന്ന കാണാം കേട്ടോ. ഇതിലിങ്ങനെ പോകുന്ന കാണാം. അതുപോലെ ഇവിടെ ഉണ്ട് നമുക്ക് കയറി ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമൊക്കെ മഴ കൂടുകയാണെങ്കിൽ. നമ്മളിതാ ഈ ഒരു ഗേറ്റിൻ്റെ ഭാഗത്ത് എത്തിട്ടോ. ഇവിടെ ആയിട്ട് നമുക്ക് ഗേറ്റ് ആണ്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഒരു കാഴ്ച നോക്കി ആ ഒരു ഭാഗം മൊത്തം കോടയായിട്ടോ. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിലെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. അടിപൊളിയായിട്ട് ഈ ഒരു ഭാഗം. അതുപോലെ ഈ ഒരു മലയുടെ മുകളിൽ നല്ല രീതിയിൽ കോട കാണാം കേട്ടോ. നമുക്ക് അവിടെയൊക്കെ കോട കാണാം. അടിപൊളിയാണ്. നമുക്ക് ഇതിനകത്തോട്ടാട്ടോ കയറേണ്ടത്. ബിൽഡിങ്ങിനകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ആ ഒരു ഭാഗത്ത് ആ സ്റ്റെപ്പൊക്കെ കയറി ആ ഒരു ഭാഗത്തൊക്കെ പോയി നിൽക്കാൻ പറ്റും കേട്ടോ. അവിടെ നിന്ന് കാണാനൊക്കെ പറ്റും.
എന്തായാലും ഈ ഒരു ഭാഗത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ച കേട്ടോ. ഈ ഒരു മലയുടെ മുകളിലായിട്ട് കോടയും അതുപോലെ അവിടെ ആയിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതൊക്കെ കാണാം. എന്തായാലും അടിപൊളിയാട്ടോ ഈ ഒരു ഭാഗം. മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. നമ്മളിതാ ആ ഒരു ഗേറ്റ് കടന്ന് ഈ ഒരു ഭാഗത്തേക്ക് എത്തിട്ടോ. ഇവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു പവർ ഹൗസിനെ കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിരുന്നത് കാണാം. അതുപോലെ ഇതാ മേളിൽ നിന്ന് ഇതാ വെള്ളം കൊണ്ടുവരുന്ന പൈപ്പ് കണക്ഷനൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക്. ഇവിടെ ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഓഫീസൊക്കെ വരുന്ന ആ ഒരു ഭാഗത്താണ്. ഇതാണ് ഇവിടെ പവർ ഹൗസ് കേട്ടോ. അതായത് പവർ ഹൗസിൻ്റെ മെയിൻ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇവിടെയാണ് നമ്മുടെ പവർ ഉൽപ്പാദിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താട്ടോ. ഇവിടെ നമുക്ക് കാണാം. നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറാൻ പറ്റുമല്ലോ കേട്ടോ. കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ട് കാണിക്കായിരുന്നു അതിനുള്ളിലൊക്കെ. അതുപോലെ നമ്മൾ കയറിയപ്പോൾ ഇതാ ആ ഒരു മലയുടെ മുകളിലൊന്നും ഇത്ര കോടയില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കി പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്നത്. ആ ഒരു ഭാഗം മൊത്തം കോടയായിട്ടോ. ചെറിയ രീതിയിൽ മഴ ഇപ്പോഴും പൊഴിയുന്നുണ്ട്. അവിടെയായിട്ട് കാണാം കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ കോടയായി ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കോട കയറുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്കൊക്കെ നോക്കി അടിപൊളിയായിട്ടോ കാണാൻ. ഇങ്ങനെ പവർ ഹൗസൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. സമയം ഇപ്പോൾ 3 മണിയായി. നമ്മളൊരു 1 മണിയൊക്കെ ആയപ്പോഴായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വന്നത്. അതായത് നമ്മുടെ വെള്ളച്ചാട്ടവും പവർ ഹൗസ് കണ്ടു തുടങ്ങിയത് ഒരു 1 മണിയൊക്കെ ആയപ്പോഴായിരുന്നു. ഇപ്പോൾ 3 മണി കഴിഞ്ഞിട്ടോ. നല്ല രീതിയിൽ ക്ലൈമറ്റൊക്കെ മാറി. എൻ്റെ പുറകിലേക്ക് ഇതാ നല്ല രീതിയിൽ കോടയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഢ്യൻപാറ വെള്ളച്ചാട്ടവും അതിനോട് ചേർന്ന പവർ ഹൗസിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അതുപോലെ വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.